കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്ന വാർത്തകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം ചൂട് കൂടിയതുകൊണ്ടാണ്. അതായത് പാമ്പ് ഒരു കോൾഡ് ബ്ലഡഡ് അനിമലാണ്, തണുപ്പ് ഇഷ്ടപ്പെടുന്ന അനിമലാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് നോക്കി ചെരുപ്പിന്റെ ഇടയിലും അതുപോലെ വീടിന്റെ അകത്തും എല്ലാം ഇത് കയറാനായിട്ട് ശ്രമിക്കും. ചൂട് കൂടുന്ന ഈ സമയത്ത് പാമ്പുകളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നും തിരിച്ചറിയണം. കാരണം പാമ്പ് കടിച്ചാൽ ഉടനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിന് മറുമരുന്ന് ആന്റി സ്നേക്ക് വെനം കൊടുത്താൽ മതി. അല്ലാതെ തിരിച്ചറിയാൻ വൈകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം സംഭവിച്ചേക്കാം. ഇങ്ങനെ പാമ്പ് കടിക്കുന്നതിന്റെ കാരണം ചൂട് കൂടിയതുകൊണ്ടാണ് എന്ന് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. പാമ്പിനും അതിന്റെ മാളങ്ങളിലും അതിന്റെ പൊത്തുകളിലും ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ വീടുകളിൽ ഫാൻ, AC മുതലായവ ഉള്ളതുകൊണ്ട് അതിന്റെ തണുപ്പ് കാരണം പാമ്പുകൾ വീടിനകത്തോട്ട് കയറും. എങ്ങനെയായിരിക്കും കയറുന്നത് എന്ന് വെച്ചാൽ ജനാലയിലൂടെ കയറാം. ജനാലകൾ തുറന്നിടുന്നുണ്ടെങ്കിൽ അതുവഴി കയറാം. അതുകൊണ്ട് തന്നെ ജനാലകളിൽ നെറ്റടിക്കുന്നത് നല്ലതാണ്. കൊതുക്, പാമ്പ്, പല്ലി തുടങ്ങിയവ പല ജീവികളും കയറുന്നത് ഇതുവഴി തടയാം. അടുത്തതായി മരങ്ങളും ചെടികളും വീടിനോട് ചേർന്ന് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കയറാം. ഇങ്ങനെയാണ് ഒട്ടുമിക്ക വീടുകളിലും പാമ്പുകൾ കയറുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായി ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ നനവുള്ള സ്ഥലത്ത് പാമ്പുകൾ വന്ന് ചുരുണ്ടുകൂടി കിടക്കാനിടയുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പാമ്പ് ഉണ്ടാകുമെന്ന് കരുതണം. ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പോകാവൂ. പാമ്പ് അവയെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിചാരിച്ച് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് കടിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തതായി നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ സൂക്ഷിക്കുക എന്നതാണ്. ചപ്പുചവറുകൾ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെ വലിച്ചെറിയുന്നവ ഭക്ഷിക്കാൻ എലികൾ വരികയും എലിയെ പിടിക്കാൻ പാമ്പുകൾ വരികയും ചെയ്യും. അതുപോലെ വീട്ടിനുള്ളിൽ ഏതെങ്കിലും ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി പാമ്പുകൾ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ദ്വാരങ്ങൾ നെറ്റ് വെച്ച് അടിക്കുന്നത് നല്ലതാണ്. ചില പൈപ്പുകളെല്ലാം പുറത്തോട്ട് പോകുന്നുണ്ടാകും. ആ വഴിയെല്ലാം പാമ്പുകൾ കയറാം. ഏതെങ്കിലും പൈപ്പ് പുറത്തോട്ട് പോകുന്നുണ്ട്, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെയും ഒരു നെറ്റ് അടിച്ചിടുക. അതുപോലെ നമ്മൾ വിറക് സൂക്ഷിക്കുന്ന സ്ഥലം, ചകിരിയെല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം, ഇവിടെയെല്ലാം തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തവള, എലികൾ മുതലായവ വന്നിരിക്കാം. അവയുടെ കൂടെ പാമ്പുകളും വന്നെന്നു വരാം. അവിടെയും നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ബെഡ്, ബെഡ്ഷീറ്റ്, പുതപ്പ് തട്ടിക്കുടഞ്ഞു മാത്രം എടുക്കുക. പാമ്പില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കിടന്നുറങ്ങുക. പിന്നെ നമ്മൾ ചെരുപ്പ്, ഷൂസ്, ഹെൽമെറ്റ് തുടങ്ങിയവ ഒന്ന് തട്ടിയെടുത്ത ശേഷം മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ഇവയിലെല്ലാം നമ്മുടെ വിയർപ്പുള്ളതുകൊണ്ട് അത്തരം നനവുള്ള സ്ഥലത്ത് പാമ്പുകൾ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. 3 തരത്തിലുള്ള പാമ്പുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. 1 അണലി, 2 മൂർഖൻ, 3 വെള്ളിക്കെട്ടൻ. ഈ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടനെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞരമ്പുകളെ വീക്കാക്കുന്ന ഒരു വിഷപ്പാമ്പാണ്. രോഗിക്ക് ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. വളരെ ചെറിയ പാമ്പായിരിക്കും ഇത്. കടിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകും. കണ്ണ് മഞ്ഞളിക്കും. കണ്ണ് തുറന്നു വെക്കാൻ പാടായിരിക്കും. ഓക്കാന, ശ്വാസതടസ്സം, വയറിളക്കം എന്നിവ ഉണ്ടാകും. കടിച്ച ഭാഗത്ത് വേദനയോ പാടുകളോ ഉണ്ടാവില്ല. കടിയേറ്റത് തിരിച്ചറിയാൻ വളരെ പാടാണ്. അണലി കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വേദനയും നീരും നീലനിറമായി മാറുകയും ചെയ്യും. കൂടാതെ ബ്ലീഡിംഗ് പോലെ ഉണ്ടാകും. മോണയിൽ നിന്ന് രക്തം വരിക എന്നിവയെല്ലാം ലക്ഷണങ്ങളാണ്. കടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം. ഇങ്ങനെ പാമ്പുകടി ഏറ്റിട്ടുണ്ടെങ്കിൽ രോഗിയെ പേടിപ്പെടുത്താതെ ശാന്തമാക്കുക. അതുപോലെ തന്നെ രോഗിയെ കിടത്താതെ എപ്പോഴും ഇരുത്തുക. അതുപോലെ വെള്ളം കൊടുക്കരുത്. ചിലപ്പോൾ അത് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തിൽ പോകാൻ സാധ്യതയുണ്ട്.